മോസല മോസല മോസല. ആരായിരുന്നു സലയെന്നും എന്തായിരുന്നു സലയെന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ സല ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞേ തീരൂ. ഒരു താരത്തിൻ്റെ ഏറ്റവും മോശം സമയം നമ്മൾ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേവലം 2 വർഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പീക്ക് പെർഫോമൻസും അതോടൊപ്പം ഡൗൺഫോളും ഒരുമിച്ച് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കളിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ സീസണിലാണ് ആർനെ സ്ലോട്ട് ലിവർപൂളിലേക്ക് കടന്നു വരുന്നത്. ചുമതല ഏറ്റെടുത്ത അതേ സീസണിൽ തന്നെ പ്രീമിയർ ലീഗ് കിരീടം ലിവർപൂൾ ചൂടിയപ്പോൾ അവരുടെ നിരയിലെ കൺസിസ്റ്റന്റ് പ്രകടനം കാഴ്ചവെച്ചൊരു താരമായിരുന്നു സല. പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായും മോസ്റ്റ് അസിസ്റ്റ് പ്രൊവൈഡറായും സീസണിലെ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയായും കളം നിറഞ്ഞവനായിരുന്നു സല. ഒരു ഗോൾ സ്കോറർ എന്നതിലുപരി ലിവർപൂളിൻ്റെ പ്ലേ മേക്കറായിട്ടായിരുന്നു സല കളിച്ചിരുന്നത്. സലയുടെ ഗോളോ അസിസ്റ്റോ ഇല്ലാത്ത ലിവർപൂൾ മാച്ച് വളരെ ചുരുക്കമായിരുന്നു. അത്രത്തോളം ആർണയുടെ സ്ക്വാഡിൽ ഇമ്പാക്റ്റ് കൊണ്ടുവന്നിരുന്നു അയാൾ. ലാസ്റ്റ് കഴിഞ്ഞ സീസണിലെ ബാലൻഡോർ ലിസ്റ്റിലൊക്കെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് കൂടിയായിരുന്നു സല. അങ്ങനെ ഫുട്ബോളിനെ ആസ്വദിച്ച് കളിച്ചു കൊണ്ടിരിക്കുകയാണ് സല. പിന്നീട് പുതിയ സീസണിലേക്ക് എത്തിയപ്പോൾ, അതായത് 2025-26 സീസണിൽ പലയിടത്തും താളം കണ്ടെത്താൻ അയാൾക്ക് കഴിയാതെ വരുന്നു. ഇപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, 35 കളികളിൽ നിന്നും 19 ഗോൾ കോൺട്രിബ്യൂഷനുള്ള സലയുടെ ഈ സീസൺ എങ്ങനെ ഒരു മോശമാണെന്ന് പറയാൻ പറ്റുക? മറ്റുള്ള പ്ലേയേഴ്സിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരിക്കലും മോശമാണെന്ന് നമുക്ക് മുദ്ര കുത്താൻ കഴിയില്ല. ഞാൻ കമ്പയർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മുൻ സീസണുകളിലെ സ്റ്റാറ്റ്സുമായിട്ടാണ്. ഈ സീസൺ കഴിയാൻ കുറഞ്ഞ മത്സരങ്ങൾ മാത്രം ശേഷിക്കെ 10 ഗോളുകളും 9 അസിസ്റ്റുമാണ് ഇതുവരെ ലിവർപൂളിന് വേണ്ടി ഈ സീസണിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എവിടെ നിന്നാണോ കഴിഞ്ഞ സീസൺ തങ്ങൾ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെ ലിവർപൂൾ തുടങ്ങുന്നുണ്ട്. പ്രീമിയർ ലീഗും UCL-ഉം EFL കപ്പുമൊക്കെ തുടർച്ചയായി വിജയിച്ചു നിൽക്കുമ്പോഴാണ് ആദ്യ തോൽവി ക്രിസ്റ്റൽ പാലസിനെതിരെ ലിവർപൂൾ ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം തുടർച്ചയായ പരാജയങ്ങൾ, ഒരു വിജയത്തിന് ശേഷം പിന്നെ 2 കളികളിൽ തോൽവി. അങ്ങനെ തോൽവികൾ അടുക്കിടെ എത്തിയപ്പോൾ സല പലപ്പോഴും പകരക്കാരൻ്റെ റോളിലേക്ക് എത്തിയിരുന്നു. ആദ്യ 11-ൽ സ്ഥാനം നഷ്ടമായതോടെ സലയും ആർനെ സ്ലോട്ടുമായി ചില വാക്കുതർക്കങ്ങൾ ഏർപ്പെടുകയും പിന്നീടത് പറഞ്ഞ് സോൾവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആദ്യ 11-ലേക്ക് തിരിച്ചെത്തുന്നു, പതിയെ തൻ്റെ ഫോമിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ പഴയ സലയെ ആൻഫീൽഡുകാർക്ക് ലഭിച്ചില്ല എന്നതാണ്. അവസാനം കഴിഞ്ഞു പോയ സിറ്റിക്കെതിരെയുള്ള മത്സരം നിർണായകമായിരുന്നു. FA കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ലിവർപൂൾ പരാജയപ്പെട്ട് പുറത്തായിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ മത്സരത്തിലെ സലയ്ക്ക് ലഭിച്ച അവസരങ്ങൾ എണ്ണമറ്റതായിരുന്നു. പെനാൾട്ടി ബോക്സിൽ കൃത്യമായി ഗോൾ കീപ്പർമാരെ പരീക്ഷിക്കാൻ കെൽപ്പുള്ള സല, വിങ്ങുകളിൽ ഡിഫൻഡേഴ്സിനെ വട്ടം കറക്കാൻ കെൽപ്പുള്ള സല, ലെഫ്റ്റ് ഫുട്ട് കേൾ ഗോളുകളെ കൊണ്ട് വിസ്മയിപ്പിക്കുന്നവൻ. ഒരു പെനാൾട്ടി വരെ മത്സരത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. നഷ്ടപ്പെടുത്തിയ അവസരങ്ങളിൽ പ്രായശ്ചിത്തം ലഭിക്കാനുള്ള സുവർണ അവസരം മിസ് ചെയ്യുന്നു. അദ്ദേഹത്തിന് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ആ മത്സരത്തിൽ ഡൗൺ ആയിരുന്നു സല. സലക്ക് മാത്രമല്ല ലിവർപൂളിനും ഈ സീസണിൽ ഒരു തകർച്ച നേരിടുന്നുണ്ട്. കഴിഞ്ഞ സീസൺ ചാമ്പ്യന്മാർ പുതിയ സൈനിങ്ങൾ നടത്തിയിട്ടും ഈ പ്രീമിയർ ലീഗിൽ അടുത്ത UCL സ്പോട്ട് പോലും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ചാമ്പ്യൻസ് ലീഗിലാകട്ടെ PSG-ക്കെതിരെ 2 ഗോളുകൾക്ക് ക്വാർട്ടറിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. സെക്കൻഡ് ലെഗ് ആൻഫീൽഡിലാണെങ്കിലും സെമി പ്രതീക്ഷയ്ക്ക് ലിവർപൂൾ വലിയ കടമ്പ കടക്കാനുണ്ട്. ഇതിനൊക്കെ മുമ്പ് തന്നെ ഫുട്ബോൾ ലോകത്ത് നിന്ന് ആ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് മോസല, ഈജിപ്ഷ്യൻ കിങ്, നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം ലിവർപൂൾ വിടാനിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, അതിലുപരി ആൻഫീൽഡ് ആരാധകരെ സംബന്ധിച്ച് ഒരു വേദനിപ്പിക്കുന്ന ഒരു നിമിഷമാണിത്. അയാൾ സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്, നേട്ടങ്ങളുണ്ട്. ഒരു ട്രൂലി ലിവർപൂൾ ആരാധകനാണ് നിങ്ങളെങ്കിൽ അയാളുടെ ആൻഫീൽഡിലെ ഓരോ നിമിഷങ്ങളും മനസ്സിലൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യുമ്പോൾ ഉള്ളു നിറയാത്ത ഒരു ലിവർപൂൾ ആരാധകനും ഉണ്ടായിരിക്കില്ല. ഫുട്ബോൾ പലപ്പോഴും അങ്ങനെയാണ്. കാലത്തിനനുസൃതമായി ഓരോരുത്തരും മാറിക്കൊടുത്തേ തീരൂ. പുതിയ തട്ടകം നോക്കി പോയേ മതിയാകൂ. സന്തോഷങ്ങളും വേദനകളും ഒരുപോലെ നൽകുന്ന ഒരു ഗെയിം. സലയുടെയും ലിവർപൂളിൻ്റെയും 9 വർഷത്തെ ആത്മബന്ധം ഈ സീസണോടുകൂടി എൻഡ് ആവുകയാണ്. സല ഒഫീഷ്യലി അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ആ പ്രൈം ലിവർപൂൾ സ്ക്വാഡിൽ ശേഷിക്കുന്നത് വിർജിൽ വാൻ ഡൈക്കും അലിസൺ ബക്കറും മാത്രമാണ്. ഇതിലും മികച്ചൊരു അവസാനം സല അർഹിക്കുന്നുണ്ട്. ശേഷിക്കുന്ന മത്സരങ്ങളിൽ പഴയ പകിട്ടോടെ ലിവർപൂളിൻ്റെ മണ്ണിൽ തകർത്താടി ഹാപ്പി എൻഡിങ്, അതാണ് വേണ്ടത്.